नमः ॐ विष्णुपादाय कृष्णप्रेष्ठाय भूतले श्रीमदे भक्तिवेदान्त स्वामिन् इति नामिने। नमस्ते सारस्वते देवे गौरवाणी प्रचारिणे निर्विशेषशून्यवादी पाश्चात्यदेशतारिणे। जय श्रीकृष्ण चैतन्य प्रभु नित्यानन्द श्री अद्वैत गदाधर श्रीवासादि गौरभक्तवृन्द। हरे कृष्ण 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 हरे हरे, हरे राम 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 हरे हरे। हरे कृष्ण 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 हरे हरे, हरे राम 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 हरे हरे। हरे कृष्ण 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 हरे हरे, हरे राम राम हरे हरे. പരമദിവ്യോത്തമ പുരുഷനായ ശ്രീകൃഷ്ണ ഭഗവാന്റെ കഥകളാണ് ശ്രീകൃഷ്ണ എന്ന പുസ്തകത്തിലൂടെ പറയുന്നത്. ഓം നമോ ഭഗവതേ വാസുദേവായ, ഓം നമോ ഭഗവതേ വാസുദേവായ, ഓം നമോ ഭഗവതേ വാസുദേവായ. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേത്. നഷ്ടപ്രായേഷു ഭദ്രേഷു നിത്യം ഭാഗവത സേവയാ ഭഗവത്യുത്തമശ്ലോകേ ഭക്തിർഭവതി നഷ്ടികീ. അധ്യായം 66, ദ്വിവിധ മോക്ഷം, പേജ് നമ്പർ 648. ദ്വിവിധൻ എന്ന ഈ വാനരന് മരത്തിൽ കയറാനും ശാഖകളിൽ നിന്നും ശാഖകളിലേക്ക് ചാടാനും കഴിഞ്ഞിരുന്നു. ചിലപ്പോൾ ഹൃദ്യമായ അന്തരീക്ഷത്തിൽ നിന്നു ബലരാമന്റെ ശ്രദ്ധ വ്യതിചലിപ്പിക്കുമാറ് കിലകില ശബ്ദമുണ്ടാക്കിക്കൊണ്ട് അവൻ മരക്കൊമ്പുകൾ പിടിച്ചു കുലുക്കിയിരുന്നു. സ്ത്രീകളുടെ മുമ്പിൽ വന്നുനിന്നു പലതരം കോമാളിത്തരങ്ങൾ അവൻ പ്രകടിപ്പിച്ചു. ചിരിച്ചും തമാശയാക്കിയും എല്ലാം ആസ്വദിക്കാൻ പ്രകൃത്യാ തന്നെ വൈഭവമുള്ളവരാണ് സ്ത്രീജനങ്ങൾ. മനുഷ്യക്കുരങ്ങ് അവരുടെ മുന്നിൽ വന്നപ്പോൾ അവർ അവനെ ഗൗരവമായി കണക്കാക്കിയില്ല, വെറുതെ അവനെ പരിഹസിച്ചതേയുള്ളൂ. എന്നാൽ ബലരാമന്റെ സാന്നിധ്യത്തിൽ പോലും തൻ്റെ ശരീരത്തിൻ്റെ അധോഭാഗം സ്ത്രീകളുടെ മുമ്പിൽ പ്രദർശിപ്പിക്കാനുള്ള ധാർഷ്ട്യം അവനുണ്ടായി. ചിലപ്പോഴൊക്കെ പുരികം ചലിപ്പിച്ചുകൊണ്ട് പല്ലിളിച്ചു കാട്ടുകയും ചെയ്തു. ബലരാമന്റെ മുമ്പിൽ വച്ചു പോലും സ്ത്രീകളോട് അനാദരവ് കാട്ടാനും തുടങ്ങി. അതിശക്തൻ എന്നു മാത്രമല്ല, ശക്തി പ്രകടിപ്പിക്കുന്നതിൽ രസിക്കുന്നവൻ എന്നും ബലരാമൻ എന്ന വാക്കിനർത്ഥമുണ്ട്. അതിനാൽ അദ്ദേഹം ഒരു കല്ലെടുത്ത് ദ്വിവിധന്റെ നേരെ എറിഞ്ഞു. ഏറുകൊള്ളാതെ കലാപരമായി അവൻ ഒഴിഞ്ഞു മാറി. ബലരാമനെ അധിക്ഷേപിക്കാനായി വാരുണി നിറച്ചു വച്ചിരുന്ന മൺകലം അവനെടുത്തു. ഇങ്ങനെ മദ്യം കുടിച്ചു ഉന്മത്തനായ അവൻ ബലരാമന്റെയും ഒപ്പമുള്ള സ്ത്രീകളുടെയും വിലപിടിച്ച വസ്ത്രങ്ങൾ വലിച്ചു കീറാൻ തുടങ്ങി. തന്നെ ശിക്ഷിക്കാൻ ബലരാമനെ കൊണ്ടാവില്ലെന്നു ഗർവിഷ്ഠനായ ദ്വിവിധൻ കരുതി. ബലരാമനെയും കൂട്ടുകാരെയും അവൻ തുടർന്നും ശല്യം ചെയ്തു. വാനരൻ ഉണ്ടാക്കിയ ശല്യങ്ങൾ നേരിട്ടു കാണുകയും ഇതിനകം രാജ്യത്തെങ്ങും അവൻ ചെയ്ത ദ്രോഹപ്രവർത്തികളെക്കുറിച്ചു കേൾക്കുകയും ചെയ്ത ഭഗവാൻ ബലരാമൻ കോപിഷ്ഠനായി. അവനെ വധിക്കാൻ തീരുമാനിച്ചു. ഉടൻ ഗദ കയ്യിലെടുത്തു. ബലരാമൻ തന്നെ ആക്രമിക്കാനൊരുങ്ങുകയാണെന്നു വാനരനു മനസ്സിലായി. ബലരാമനെ നേരിടാൻ ഉടനെ അവൻ ഒരു ഇലവുമരം പിഴുതെടുത്ത് പാഞ്ഞുവന്നു ശക്തിയോടെ അദ്ദേഹത്തിന്റെ തലയ്ക്കടിച്ചു. ഉത്തരക്ഷണത്തിൽ ബലരാമൻ ആ വൃക്ഷത്തിൽ കടന്നുപിടിച്ച് പർവ്വതം പോലെ നിശ്ചലനായി നിലകൊണ്ടു. എന്നിട്ട് തൻ്റെ സുനന്ദം എന്ന ഗദ കൊണ്ട് വാനരനെ പ്രഹരിച്ചു തുടങ്ങി.
വാനരന്റെ തലയ്ക്കു കഠിനമായി പരിക്കേറ്റ് തലയിൽ നിന്നു രക്തം ശക്തിയായി പ്രവഹിച്ചു. എന്നാൽ ഒരു വലിയ പർവ്വതത്തിന്റെ മുകളിൽ നിന്ന് ഉരുകിയൊലിക്കുന്ന ധാതുപ്രവാഹം പോലെയുള്ള ആ രക്തപ്രവാഹം അവന്റെ സൗന്ദര്യം വർദ്ധിപ്പിച്ചതേയുള്ളൂ. ബലരാമന്റെ പ്രഹരം അവനെ ഒട്ടും തന്നെ ഉലച്ചില്ല. നേരെ മറിച്ച് ഒട്ടും വൈകാതെ അവൻ മറ്റൊരു ഇലവുവൃക്ഷം പറിച്ചെടുത്ത് ഇലകൾ ഊതിക്കളഞ്ഞ് തടികൊണ്ട് ബലരാമന്റെ തലയ്ക്കടിക്കാൻ തുടങ്ങി. എന്നാൽ ഗദയുടെ സഹായത്തോടെ ബലരാമൻ ആ വൃക്ഷം ഛിന്നഭിന്നമാക്കി. ദുഷ്ടനായ വാനരൻ മറ്റൊരു വൃക്ഷം കൈക്കലാക്കി ബലരാമന്റെ ശരീരം ലാക്കാക്കി അടി തുടങ്ങി. ആ വൃക്ഷവും ബലരാമൻ തകർത്തുകളഞ്ഞു. യുദ്ധം കൊടുമ്പിരി കൊണ്ടു. വാനരൻ വൃക്ഷം പറിച്ചുകൊണ്ട് ആക്രമിക്കാനടുത്തപ്പോഴൊക്കെ ബലരാമൻ ഗദ കൊണ്ട് അതിനെ തവിടുപൊടിയാക്കി. ഇത്തവണ മറ്റൊരു ഭാഗത്തുനിന്ന് ഒരു വൃക്ഷം പറിച്ചു വാനരൻ കടന്നാക്രമണം നടത്തി. തുടർച്ചയായ യുദ്ധത്തിന്റെ ഫലമായി വനത്തിലെ വൃക്ഷങ്ങളില്ലാതെയായി. വൃക്ഷങ്ങൾ തീർന്നപ്പോൾ വാനരൻ മലമുകളിൽ നിന്നും വലിയ പാറക്കഷണങ്ങളെടുത്ത് മഴ പോലെ ബലരാമന്റെ നേർക്കെറിഞ്ഞു. ഏതാണ്ടൊരു മത്സര മനോഭാവത്തിലായിരുന്ന ബലരാമൻ ആ പാറക്കല്ലുകളെ മുഴുവൻ അടിച്ചു തകർത്തു ചരൽ കല്ലുകളാക്കി മാറ്റി. വൃക്ഷങ്ങളും പാറക്കല്ലുകളും തീർന്നപ്പോൾ വാനരൻ അദ്ദേഹത്തിന്റെ നേരെ കൈ ചുരുട്ടി വീശി. തുടർന്ന് ബലരാമന്റെ നെഞ്ചിൽ മുഷ്ടികൊണ്ട് ശക്തിയായി ഇടിച്ചു തുടങ്ങി. ഇത്തവണ ബലരാമൻ അത്യന്തം രൂക്ഷനായി. വാനരൻ മുഷ്ടി കൊണ്ടാണു തന്നെ ഇടിച്ചത്, ആയുധം കൊണ്ടല്ല. അതിനാൽ അദ്ദേഹവും ആയുധം ഉപയോഗിക്കില്ലെന്നു തീരുമാനിച്ചു. വെറുതെ മുഷ്ടി കൊണ്ട് വാനരന്റെ തോളെല്ലു നോക്കി പ്രഹരം തുടങ്ങി. ഈ പ്രഹരം ദ്വിവിദനു മാരകമായിരുന്നു. തക്ഷണം രക്തം ഛർദ്ദിച്ച് അവൻ തറയിൽ വീണു. വാനരൻ നിലം പതിച്ചപ്പോൾ വനമാകെ ഉലയുന്നതുപോലെ തോന്നി. ഈ ഭീകര സംഭവം കഴിഞ്ഞപ്പോൾ ഉപരിലോകങ്ങളിൽ നിന്ന് സിദ്ധന്മാരും മഹർഷിമാരും മറ്റു പുണ്യാത്മാക്കളും ബലരാമന്റെ മേൽ പുഷ്പവൃഷ്ടി നടത്തി. ഒപ്പം ബലരാമന്റെ പരമോന്നത പദവിയെ പ്രകീർത്തിക്കുന്ന ശബ്ദഘോഷങ്ങൾ മുഴക്കുകയും ചെയ്തു. അവർ ഒത്തുചേർന്നു സ്തുതിഗീതങ്ങൾ പാടി. ഭഗവാൻ ബലരാമന്റെ പെരുമ ഇനിയും വർദ്ധിക്കട്ടെ. അവിടുത്തെ പാദപദ്മങ്ങളിൽ ഞങ്ങളുടെ സാദര പ്രണാമങ്ങൾ. ദ്വിവിധ നിധനം കൊണ്ട് ലോകത്തിന് ഒരു ശുഭയുഗത്തിന്റെ പിറവിയാണ് അങ്ങ് ഉദ്ഘാടനം ചെയ്തിരിക്കുന്നത്. ഇത്തരം വിജയാഹ്ലാദ ഘോഷങ്ങൾ മുഴുവൻ ബാഹ്യാകാശത്തുനിന്നാണ് കേട്ടത്. ദ്വിവിദനെ വധിച്ച് പുഷ്പവൃഷ്ടി കൊണ്ടും വിജയഘോഷങ്ങൾ കൊണ്ടും പൂജിതനായി ബലരാമൻ തലസ്ഥാന നഗരിയായ ദ്വാരകയിലേക്കു മടങ്ങി. ഇപ്രകാരം കൃഷ്ണൻ എന്ന ഗ്രന്ഥത്തിലെ ദ്വിവിധമോക്ഷം എന്ന 66-ാം അധ്യായത്തിന്റെ ഭക്തി വേദാന്ത ഭാഷ്യം സമാപ്തം. ഹരേ കൃഷ്ണ.